വർഷ ആദ്യം തന്നെ എല്ലാവിധ പൊങ്കാല ആശംസകളും കേട്ടോ. പൊങ്കാല ആശംസകൾ. ഇപ്പം എത്ര വർഷമായിട്ട് പൊങ്കാല ഇടുന്നുണ്ട്? ഫസ്റ്റ് ടൈമാണ് ഞാൻ പൊങ്കാല ഇടുന്നത്. ഈ ഫസ്റ്റ് ടൈം പൊങ്കാല ഇടണോ അല്ലെങ്കിൽ പൊങ്കാല ഇടാനുള്ളൊരു ആഗ്രഹം തോന്നിച്ചത് ആരാ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ആഗ്രഹം? ഞാനിവിടെ ട്രിവാൻഡ്രത്ത് വരാൻ തുടങ്ങിയിട്ട്, ഷൂട്ടിന് വരാൻ തുടങ്ങിയിട്ട് കറക്റ്റ് ഒരു 7 months ആയി. അപ്പോൾ അന്നേരം മുതൽ ഞാനിവിടെ സ്ഥിരം വരുന്നത് ഷൂട്ടിന് വന്നു കഴിഞ്ഞാൽ. അന്നേരം എൻ്റെ ഒരു ആഗ്രഹമാണ് ഇവിടെ വരണം, പൊങ്കാല ഇടണം, ഇതിലൊരു ഭാഗമാവണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ പൊങ്കാല കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു രീതി. എന്തു തോന്നി ഇത്ര ആളുകളുടെ കൂടെ ഒരുമിച്ച് പൊങ്കാല ഇട്ടപ്പോൾ? ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് തന്നെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഇന്നലെ ഒന്ന് കിടന്ന് സത്യം പറഞ്ഞ് എനിക്ക് ഉറക്കം വന്നിട്ടില്ല. ഇടണല്ലോ വെച്ചിട്ട് എന്താണ് എങ്ങനെയാണ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് ഇത്ര ആൾക്കാരെ, ജനങ്ങളും എല്ലാവരും സപ്പോർട്ട്, ഫുൾ സപ്പോർട്ടാണ്. ഈ കത്തിച്ചു കൊടുക്കുന്നതും എല്ലാം, ഈവൻ എല്ലാത്തരം സപ്പോർട്ടാണ്. ശരിക്കും എല്ലാവരും കൂടെ പൊങ്കാല ഇടുന്ന സമയത്ത് ഈ ചൂടോ ഈ വെയിലോ ഒന്നും നമ്മൾ അറിയുന്നില്ല അല്ലേ? സത്യമാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ അതിൽ എന്താ പറയുക, അതിൽ ചേരാന്ന് പറയില്ലേ. എന്തായാലും വർഷയുടെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണല്ലോ പൊങ്കാല ഇട്ടത്. തീർച്ചയായും ആ ആഗ്രഹം ഈ വർഷം തന്നെ സാധിക്കട്ടെ. അതെ, സാധിക്കട്ടെ. പുതിയ വിശേഷങ്ങൾ എന്താണ് സീരിയലിന്റെ? ഇപ്പം ഞാൻ ചെയ്യുന്നത് മൗനരാഗം എന്ന് പറഞ്ഞ സീരിയലാണ്, ഏഷ്യാനെറ്റിൽ 9:30-ക്ക്. അതിൻ്റെ അത് കാർത്തിക എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിൽ ഒരുപാട് സസ്പെൻസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ആ സീരിയൽ. ഇപ്പം PRT റേറ്റിംഗ് നല്ല കൂടുതലുള്ളൊരു സീരിയലാണ്. ഞങ്ങളിവിടെ വന്നപ്പം തന്നെ ഒരുപാട് ആരാധകരുണ്ടല്ലോ വർഷയ്ക്ക്. ശരിക്കും പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ തിരിച്ചറിയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? ഏറ്റവും കൂടുതൽ അമ്മമാരും ഈ ലേഡീസാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. സീരിയലുള്ള കൊച്ചാണല്ലോ കാർത്തിക. എൻ്റെ പേര് ആർക്കും അങ്ങനെ അറിയില്ല, പക്ഷേ കാർത്തിക എന്നുള്ള പേര് ഒരുവിധം എല്ലാവർക്കും അറിയാം. ഈ സ്ത്രീകളുടെ ഒരു ശബരിമല തന്നെയാണല്ലോ. തീർച്ചയായിട്ടും. അപ്പം ആറ്റുകാൽ അമ്മയുടെ മുമ്പിൽ എന്ത് പറയുന്നു ഈ നിമിഷം? നന്ദി പറയുന്നത്. ഒന്നുമല്ല തന്നെ ഇത്രയും എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അമ്മയായിരിക്കും. അപ്പം മുന്നോട്ടുള്ള ജീവിതത്തിലും ഈ അമ്മയുടെ അനുഗ്രഹവും കൂടെ ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞങ്ങളെ കാണുക, ഞങ്ങളെ സീരിയൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം താങ്ക് യു.